പന്മന ഗ്രാമപഞ്ചായത്തിലെ കുറ്റിവട്ടം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഒന്നാം നില കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിയിലെ അനുബന്ധ സൗകര്യങ്ങളുടെ ഉദ്ഘാടനവും നടത്തി. 2.75 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം. പന്മന കുറ്റിവട്ടം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലാണ് ഒന്നാം നില കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഉദ്ഘാടനം ചെയ്തത്. VIP ഡീലക്സ് ഉൾപ്പെടെ 12 റൂമുകളും കിടത്തി ചികിത്സയ്ക്കായി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.25 കോടി രൂപ വിനിയോഗിച്ച് പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെയും ആയുഷ് മിഷന്റെ 1 കോടി രൂപ വിനിയോഗിച്ച് ആധുനിക ഉപകരണങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയതിന്റെ ഉദ്ഘാടനവുമാണ് നടത്തിയത്. പഞ്ചകർമ്മ ചികിത്സ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളും ഇവിടെയുണ്ട്. മന്ത്രി KN ബാലഗോപാൽ കെട്ടിടത്തിന്റെയും അനുബന്ധ സൗകര്യങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. പന്മന പഞ്ചായത്തിലെ കുറ്റിവട്ടത്ത് വളരെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ആയുർവേദ ആശുപത്രിയുടെ പുതിയ ഒരു നിർമ്മാണം കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങാണിത്. നേരത്തെ തന്നെ അവിടുത്തെ സൗകര്യങ്ങളെപ്പറ്റി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. വളരെ നല്ല സേവനം കൊടുക്കുന്ന ഡോക്ടർമാരുള്ള ധാരാളം രോഗികൾ വരുന്ന ഒരു കേന്ദ്രമാണ്. പക്ഷേ അവിടുത്തെ സ്ഥലപരിമിതി മറികടക്കാൻ ഇപ്പോൾ 1.25 കോടി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആയുഷിൻ്റെ ഫണ്ടിൽ നിന്ന് 1 കോടി മുടക്കി 2.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് രണ്ടാം നിലയിലെ ഈ സൗകര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആധുനിക സൗകര്യമുള്ള മുറികൾ, ഡീലക്സ് മുറി, അല്ലാതെ മുറികൾ, ഇതെല്ലാം കൃത്യമായി രൂപീകരിച്ചൊരു പൊതു ആശുപത്രി സ്വകാര്യ രംഗത്തെ ആശുപത്രി സൗകര്യങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. വളരെയേറെ ആളുകൾ വരുന്ന, ആരോഗ്യത്തിന് ചികിത്സയ്ക്ക് എത്തുന്ന ഒരു കേന്ദ്രം എന്ന നിലയിൽ നമ്മുടെ പരമ്പരാഗത ആയുർവേദ സമ്പ്രദായങ്ങളെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാനും ഏറ്റവും സാധാരണക്കാർക്ക് ഏറ്റവും നല്ല ചികിത്സ കിട്ടാനും പറ്റുന്ന ശ്രമങ്ങൾ നമ്മൾ നാട്ടിൽ നടക്കുകയാണ്. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. അങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ തപ്പി അവരിവിടെ വന്നു. ഇവിടെ ചികിത്സിക്കുമെന്ന് അറിയാൻ വേണ്ടി വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടുത്തെ സാഹചര്യം അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലായി തിരിച്ചു പോയ ഒരു അനുഭവം ഡോക്ടർ ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെയാണെങ്കിൽ പ്രവാസികളടക്കമുള്ള അത്യാവശ്യം കാശ് നൽകാൻ പറ്റുന്ന പേയ്വാർഡുകൾ നമുക്ക് ഇവിടെ സജ്ജീകരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുത്തുകൊണ്ട് നമുക്ക് ഈ 30 ദിവസവും സൗജന്യമായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം. അപ്പോൾ HMCക്കാണ് വരുമാനം കിട്ടുന്നത്. ഈ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പദ്ധതി ആ രീതിയിൽ തന്നെ ഒരുപാട് മുന്നോട്ട് പോവുകയാണ്. നാഷണൽ ആയുഷ് മിഷനാണ് ഇതിന്റെ പ്രധാന പങ്കാളിയായിട്ട് വരുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ബിന്ദു V പ്രോജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം J Anil, ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം S Somen, അഹമ്മദ് മൻസൂർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്വപ്ന C, അഡ്വക്കേറ്റ് യൂസഫ് കുഞ്ഞ, ജെയിംസ് ജോസഫ്, സുരേന്ദ്രൻ പിള്ള, തടത്തിൽ ഇസ്മയിൽ, വിജയൻ നായർ, അജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.